ഭരതാഗമനം. അരജന്റെ നിര്യാണമറിഞ്ഞ് സജീവരും ഗൃഹിണികളും പരിചാരക വൃന്ദവും ഹൃദയവ്യഥയേറി മതിഭ്രമം പൂണ്ട് നയനാമ്പു തൂവി കേണു തുടങ്ങി. ധരണീപതിയുടെ ദേഹം സംരക്ഷിക്കാൻ തൈലം നിറച്ച തോണിയുമായി ഝടിതിയിൽ തന്നെ എത്തേണമെന്ന് ഗുരുവായ വസിഷ്ഠൻ സജീവനോടോതി. ഭരതശത്രുഘ്നരെ ജഡിതിയിലെത്തിക്കാൻ കുതിരപ്പുറത്തേറി കാലം കളയാതെ കേകയത്തേക്ക് ഗമിക്കണമെന്ന് ദേശികൻ പിന്നെ ദൂതരോടരുൾ ചെയ്തു. കൈകേയി സുതനും സുമിത്രാതനയനും സാകേതപുരിയിൽ തിരിച്ചെത്തിയ നേരം ആഘോഷമില്ലാത്തരമന കണ്ടവർ ആശ്ചര്യം പൂണ്ട് ഖേദിച്ചു നിന്നു. തായ കൈകേയിയെ കണ്ട ഭരതൻ താതഗ്രഹത്തിൽ താതനെ കാണാഞ്ഞ് മാതാവിൻചാരെ ചെന്നണഞ്ഞിട്ട് കാര്യമറിയാൻ വ്യഗ്രത പൂണ്ടു. കാര്യങ്ങളെല്ലാം അറിയിച്ച കൈകേയി മോദത്താൽ പുത്രനെ തഴുകിത്തലോടി ഇട്ടോതി. നീ സാകേതപുരിതൻ നൃപനായി വാഴുക സന്തതം ശക്രനെ പോലെ. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഭരതൻ ഖേദത്താൽ വൈവശ്യം പൂണ്ടങ്ങിരിക്കെ കാഗോദരമായ തായതൻ സാന്ത്വനം ക്രോധം ഗുണീഭവിപ്പിച്ചു ഭരതനിൽ. കൈകേയിയോടുള്ള കാലുഷ്യം മാറാതെ കാതരഗാത്രനായി തീർന്ന ഭരതൻ കൗസല്യാമാതാവിൻ ചാരേ ചെന്നിട്ട് കണ്ണീർ മഴയാൽ പാദം നനച്ചു. ബ്രഹ്മസുതനാം വസിഷ്ഠനും അന്നേരം ചൊന്നനുക്രോശത്താൽ സാന്ത്വന വാക്കുകൾ. കർമ്മബന്ധത്തിലുഴന്ന ജീവന്മാർക്ക് ജന്മമരണങ്ങൾ നിർണയം മകനേ. കർമ്മബന്ധങ്ങളെ പുൽകുന്നു ദേഹങ്ങൾ നിർണയം ദേഹികൾ ബന്ധവിമോചിതർ. കർമ്മസംഘത്തിൽ കാംക്ഷയില്ലാതെ നിർമ്മലനായി മരുവുന്നു ദേഹി. കേൾക്കേണം കേകയപുത്രാ നീ സാദരം നാം കേവലം ഗാത്രമല്ലെന്നതറിയണം. പ്രാക്തന ജന്മത്തിൻ കർമ്മഫലങ്ങളെ പ്രാപിപ്പാനായി നാം ദേഹം വരിക്കുന്നു. സത്യസ്വരൂപനും ജ്ഞാനവൃദ്ധനുമായി മർത്യരെ പാലിച്ച രാജാധിരാജനായി വാണ നിൻ താതൻ തൻ പുണ്യകർമ്മത്താൽ നാഗലോകത്ത് സുഖേന വസിക്കുന്നു. ദേഹമെന്ന ഗേഹം തന്നിൽ വസിക്കുന്ന ചേതനയാകുന്ന ദേഹിയത്രേ നാം. ഗേഹം മാറും പോലെ ദേഹം മാറുമ്പോൾ ദേഹി സത്യസ്വരൂപനായി നിൽപ്പൂ. അർണവത്തിൽ ചേർന്ന പാനീയം പോലെ കർമ്മബന്ധത്താൽ ഷഡ്ഭാവം പൂണ്ട് ജന്മമരണങ്ങൾ വരിക്കുന്നു മകനെ. നമ്മൾ തന്നാത്മാവിൻ ഐക്യത്തിൽ ദേഹം. ജന്മമരണങ്ങൾ ദേഹത്തിൽ മാത്രം കർമ്മസാക്ഷിയായി നിൽക്കുന്നു ദേഹി. കർമ്മങ്ങളെല്ലാം ഒടുങ്ങുമ്പോൾ ദേഹി പരബ്രഹ്മത്തിൽ ചേരുന്നു നിത്യമായി. ഇത്തം വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് തൃപ്തനായി പാർത്ഥിവപുത്രൻ ഭരതൻ തപ്തഭാവങ്ങളെല്ലാം വെടിഞ്ഞ് കർത്തവ്യം പാലിക്കാൻ ഉദ്യുക്തനായി. താത ശരീരത്തെ ദ്രോണിയിൽ നിന്നും ആദരപൂർവമെടുത്ത് ഭരതൻ നേരഭിഷേകം ചെയ്യിച്ച ശേഷം ആഭരണങ്ങളാൽ അലങ്കൃതമാക്കി. മാലേയത്തടികളാൽ ചിത കൂട്ടിയിട്ട് തോയം നിറച്ച കലശം ചുറ്റിച്ച് ജാതവേദസിനെ പ്രാർത്ഥിച്ചും കൊണ്ട് കേകയപുത്രൻ ദഹനക്രിയ ചെയ്തു.
ആചാര്യരെ കൊണ്ടു ദ്വാദശവാസരെ അന്നമർപ്പിച്ച് തിലോദകവും ചെയ്ത് സോദരനൊത്ത് ദാനങ്ങളും ചെയ്തു തൻ താതൻ തൻ ദേഹിക്ക് സായൂജ്യമേകാൻ.